കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2025 രണ്ടാമത്തെ വെള്ളിയാഴ്ച നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ ദൈവജന പഠന ക്ലാസ്സിൽ ദൈവിക സാന്നിധ്യം കൃപ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇത്രത്തോളം വളരുമാറാക്കിയ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രാരംഭമായി പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 31-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ വ്യക്തമായി കണ്ടത് ഫറവോന്റെ മേലും ഈജിപ്തിന് മേലും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞാരംഭിക്കുകയാണ്. അതിന് ദൈവം ആലങ്കാരികമായി ലെബാനോനിലെ സരളവൃക്ഷത്തെ ആലങ്കാരികമായി എടുത്ത് വലിയ രാഷ്ട്രമായിരുന്ന അസീറിയുമായി യോജിപ്പിച്ചിട്ട് അതിലൂടെ ഈജിപ്തിന് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ അധ്യായത്തിലൂടെ യഹോവയായ ദൈവം യെഹെസ്കേലിലൂടെ വെളിപ്പെടുത്തുകയാണ്. അതിലെടുത്തു പറയുന്നത് ആ വൃക്ഷം ലെബാനോനിലെ ദേവദാരു വൃക്ഷത്തിന്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നു. ആവശ്യത്തിനുള്ള വെള്ളം വലിച്ചെടുക്കത്തക്ക നിലയിൽ ചുറ്റും നദികളുണ്ട്. അതിൽ നിന്ന് വലിച്ചെടുത്തിട്ട് അത് ഏറ്റവും ഉയർന്ന നിലയിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ദൈവത്തിന് തോട്ടമാകുന്ന ഏദൻ തോട്ടത്തിലെ വൃക്ഷത്തിന് പോലും അതിനെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ല. അതിനേക്കാൾ ഉന്നതമാകുന്ന നിലയിൽ അത് വളർത്തപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അത് അസീറിയെ കുറിച്ചാണ് പറയുന്നത്. അസീറിയ എന്ന സാമ്രാജ്യ ശക്തി വളർന്നു പന്തലിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, സകല വൻ പട്ടണങ്ങളുടെയും വൻ സാമ്രാജ്യങ്ങളുടെയും പ്രധാന വളർച്ചയ്ക്ക് കാര്യം അതെല്ലാം ഓരോ നദികളുടെ അതോ വെള്ളത്തിൻ്റെ അരികിലുള്ള പട്ടണങ്ങളോ രാജ്യങ്ങളോ ആണ്. അതിന് സാധാരണ നദീതട സംസ്കാരങ്ങൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അസീറിയയെ മുറ്റുമായി നനപ്പിച്ചുകൊണ്ടിരുന്ന വളർത്തിക്കൊണ്ടിരുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്ന നദികൾ, അതുപോലെ തന്നെ ഈജിപ്തിനെ സമ്പൽ സമൃദ്ധിയിലേക്കും കാർഷിക സമൃദ്ധിയിലേക്കും നയിക്കുന്ന നൈൽ നദി, അതിനോട് ചേർന്നുള്ള കൊച്ചു കൊച്ചു കനാലുകൾ, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ ആ നിലയിൽ വളർത്തപ്പെട്ട അസീറിയ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അസീറിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അത് നേരെ പോയി ചൂണ്ടിക്കാണിക്കുന്ന ഈജിപ്തിലേക്കാണ്. ആ ഭാഗത്തൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്. അസീറിയ അന്ന് വരെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്നു, ഒരു വലിയ രാഷ്ട്രമായിരുന്നു. എന്നാൽ അസീറിയക്കാർ അവരുടെ ശക്തിയിലും അവരുടെ മഹത്വത്തിലും അവരുടെ വളർച്ചയിലും അവർ അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ കാരണങ്ങളാൽ ദൈവം അസീറിയെ മറ്റ് ജാതീയ ഭരണാധികാരികൾക്ക് കൈമാറി ഏറ്റവും വലിയ ക്രൂരനായ രാജ്യത്തിലെ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. നെബൂഖദ്നേസർ അതിനെ നശിപ്പിക്കുന്നു. ആ കവിതയിലൂടെ നമ്മൾ നോക്കിയാൽ ഈജിപ്തിനെ ഒരു വൃക്ഷമായി വിശേഷിപ്പിക്കുന്നു. ആ നില വളർത്തപ്പെട്ട നൈൽ നദിയിലൂടെ അതിൻ്റെ വളർച്ചയിലൂടെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന മഹത്വകരമായ ഒരു രാഷ്ട്രം. അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു. 5-ാമത്തെ വാക്യം, അത് വളർന്നു വയലിലെ സകല വൃക്ഷങ്ങളെക്കാളും പൊങ്ങി, അത് വെള്ളത്തിന്റെ പെരുപ്പം നിമിത്തം പടർന്നു, അതിന്റെ കൊമ്പുകൾ പെരുക്കി
ചില്ലികളെ നീട്ടി. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവത്തിന് തോട്ട ദേവദാരുകൾക്ക് അതിനെ മറപ്പാൻ കഴിഞ്ഞില്ല, സരള വൃക്ഷങ്ങൾക്ക് അതിന് കൊമ്പുകൾ തുല്യമായിരുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥ. ദൈവത്തിന്റെ തോട്ടത്തിൽ ഒരു വൃക്ഷവും ഭംഗിയിൽ അതിനോട് സമമായിരുന്നില്ല. കൊമ്പുകളുടെ പെരുപ്പ കൊണ്ട് ഞാൻ അതിനെ ഭംഗി വരുത്തിയതിനാൽ ദൈവത്തിന്റെ തോട്ടമാകത് ഏതെല്ലാം സകല വൃക്ഷങ്ങളും അതിനോട് അസൂയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ 10-ാമത്തെ വാക്യത്തിൽ അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് പറയുന്നു. ദേവദാരു സരളവൃക്ഷം പോലെയുള്ള വൃക്ഷങ്ങളെ പോലെ ലോകത്തിലെ മറ്റ് ജനതകളെയാണ് പ്രതിനിധീകരിക്കുന്നത്, മറ്റ് രാഷ്ട്രങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവർക്ക് ആർക്കും അസീറിയോട് താരതമ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ദൈവം അവരെ മനോഹരമാക്കി തീർത്തതിനാൽ അവസാനം അവരുടെ മേൽ ദൈവം ന്യായവിധി അയക്കുന്നു. ന്യായവിധി അയക്കാൻ കാരണം അവരുടെ അഹങ്കാര മനോഭാവ നിമിത്തമാണ്. അവർ വലിയ ആനന്ദത്തിലായിരുന്നു, സന്തോഷത്തിലായിരുന്നു. ദൈവത്തെ മറന്നുള്ള പ്രവൃത്തി നിമിത്തം, അഹങ്കാര നിമിത്തം അവരെ ദൈവം ന്യായവിധിക്ക് ഏൽപ്പിക്കേണ്ടി വന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് രാത്രി രണ്ട് ബാക്കി ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. നമുക്കതിനെ 10 മുതൽ 12 വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 31-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സിസ്റ്ററെ കേൾക്കുന്നില്ല. ഹലോ, ശരി, അത് ഞാൻ തന്നെ വായിക്കാം. 10 മുതൽ 12 വരെ വാക്യങ്ങൾ. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് വളർന്നു പൊങ്ങി തുഞ്ചം മേഘങ്ങളോളം നീട്ടി അതിന്റെ ഹൃദയം തന്റെ വളർച്ചയെങ്കിൽ ഗർവിച്ചു പോയത് കൊണ്ട് ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനോട് ഇടപെടും. അതിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജാതികൾ ഉഗ്രന്മാരായ അന്യജാതിക്കാർ അതിനെ വെട്ടി തള്ളിയിട്ടു. അതിന് കൊമ്പുകൾ മലകളിലും എല്ലാ താഴ്വരകളിലും വീണു. അതിന് ശാഖകൾ ദേശത്തിലെ എല്ലാ തോടുകളെയും അരികത്തെ ഒടിഞ്ഞു കിടക്കുന്നു. ഭൂമിയിലെ സകല ജാതികളും അതിന് തണലിൽ വിട്ടിറങ്ങി അതിനെ ഉപേക്ഷിച്ചു പോയി. ഇതാണ് 10 മുതൽ 12 ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വായിക്കുന്നു, അത് വളർന്നു പൊങ്ങി. 10-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അത് വളർന്നു പൊങ്ങി. അത് വായിക്കുമ്പോൾ തന്നെ പറയുന്നു, അതിന് തുഞ്ചം മേഘങ്ങളോളം നീട്ടി അതിന്റെ ഹൃദയം തന്റെ വളർച്ചയെങ്കിൽ ഗർവിച്ചു പോയത് കൊണ്ട് എന്ന് പറഞ്ഞവിടെ നിർത്തുകയാണ്. അത് വളർന്നു പൊങ്ങിയപ്പോൾ നദിയിലെ വെള്ളം വലിച്ചു കുടിച്ച് ദൈവത്തിന്റെ തോട്ടമാകുന്ന തോട്ടത്തിലെ ദേവദാരു വൃക്ഷത്തെക്കാൾ അധികമായി വളർന്നു വന്നപ്പോൾ അവർക്ക് അഹങ്കാരമുണ്ടായി. തൻ്റെ ഹൃദയം വളർച്ചയെങ്കിൽ ഗർവിച്ചു പോയി. ഇത് നിമിത്തം യഹോവയായ ദൈവം ചെയ്ത പണിയാണ് ആ 10-ാമത്തെ വാക്യം വായിക്കുന്നു, വളർച്ചയെങ്കിൽ ഗർവിച്ചതുകൊണ്ട് ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് വ്യക്തമായി പറയുന്നു. അസീറിയയിലെ ശക്തമായ ഒരു വൃക്ഷത്തോട് സാമ്യപ്പെടുത്തി പറയുന്ന അസീറിയക്കാര് തങ്ങളുടെ വളർച്ചയിൽ അഹങ്കാരങ്ങളും ഉള്ളവരും അഭിമാനമുള്ളവരുമായി തീർന്നു. എന്നാൽ തന്നിമിത്തം ദൈവം ജാതികളിൽ ശക്തനായവന്റെ കയ്യിൽ ഈ ന്യായവിധി ഏൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കണം, അസീറിയക്കാർ ചിന്തിച്ചിരുന്നത്
അവരെക്കാൾ ഉന്നതന്മാരാരുമില്ല, അവർക്ക് സമന്മാരായി ലോകത്തിൽ ആരുമില്ല. ഇത് തന്നെയാണ് ഈജിപ്തുകാർ ചിന്തിക്കുന്നത്, എനിക്ക് സമന്മാരായിട്ട് ലോകത്തിൽ ആരുമില്ല. എന്നാൽ ഇവിടെ ദൈവം അതിനേക്കാൾ ഭയങ്കരനാകുന്ന, ശക്തനാകുന്ന ഒരു ജാതീയ രാജാവിനെ ഇവർക്കെതിരെ ന്യായവിധി നടത്തുവാൻ വേണ്ടി ദൈവം തന്റെ കയ്യിലെ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ദൈവം അസീറിയക്കാരെ, ജാതികളിൽ ശക്തനായ ഒരുവനായ നെബൂഖദ്നേസർ, ബാബിലോൺ സാമ്രാജ്യത്തിന് സ്ഥാപകനാകുന്ന നെബൂഖദ്നേസറിന്റെ കയ്യിലൂടെ ദൈവം ആ ന്യായവിധി നടത്തും. ആ ന്യായവിധി നടത്തുകയും അവരെ താഴ്ത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ വിളിച്ചറിയിക്കുന്ന സത്യം, ഈജിപ്റ്റ്, നീയും ചിന്തിക്കുന്നു നിനക്ക് തുല്യനായിട്ട് ആരുമില്ല, നിനക്ക് സമനായിട്ട് ആരുമില്ല. അത് പറഞ്ഞാണല്ലോ, ആ സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ് 31 അധ്യായം ആരംഭിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ്. അപ്പൊ ഈജിപ്തിന്റെ ഹൃദയത്തിനകത്തെ ചിന്താഗതിയാണ്, ഞങ്ങൾക്ക് തുല്യമായി ശക്തിയുള്ള ഒരു രാഷ്ട്രം ലോകത്തിലില്ല എന്നൊരു ചിന്താഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം അസീറിയയുടെ ഉപമ എടുത്ത് കാണിച്ചെടുത്ത് കൊടുക്കുകയാണ്. അസീറിയയുടെ മേൽ ന്യായവിധി നടത്തി അതിനെ ഒന്നുമില്ലാതാക്കിയെങ്കിൽ, ഈജിപ്റ്റേ, നിന്റെ പേരും ദൈവിക ന്യായവിധി വന്നു കഴിയുമ്പോൾ നിനക്ക് തുല്യമായി ആരുമില്ലെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. നിന്നേക്കാൾ ശക്തനായ ഒരു ജാതീയ രാജാവിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും. ഈജിപ്റ്റ് ന്യായവിധി കൊണ്ടുവരുവാൻ അസീറിയയുടെ ന്യായവിധിക്ക് വേണ്ടി ഉപയോഗിച്ച അതേ ശക്തനായവനെ തന്നെ ഈജിപ്റ്റിന്റെ ന്യായവിധിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാർ അതിനെ വെട്ടിത്തള്ളിയിട്ടു. അതിനെ വെട്ടിത്തള്ളിയിട്ടു. ഉഗ്രന്മാരായിരിക്കണം. ഇവിടെ ഒരു മരം വെട്ടുകാരനെ പോലെയാണ് നെബൂഖദ്നേസർ രാജാവിനെ ചിത്രീകരിക്കുന്നത്. ദൈവം തന്റെ മരം വെട്ടുകാരനായി ഒരു വിദേശ സൈന്യത്തെ അസീറിയക്കെതിരെ കൊണ്ടുവരുന്നു. അവർ അതിന്റെ മഹത്വം നശിപ്പിച്ചു. അവൻ ഈജിപ്തിനോടും അങ്ങനെ തന്നെ ചെയ്യും എന്നാണ് ഭാഗത്ത് പഠിപ്പിക്കുന്നത്. ആ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അന്യജാതിക്കാർ അതിനെ വെട്ടിത്തള്ളിയിട്ടു. ഉഗ്രന്മാരായിരിക്കണം. അസീറിയെ വെട്ടി എന്നേക്കുമായി ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത നിലയിലേക്ക് അത് മാറ്റപ്പെട്ടു. ഇന്നും അസീറിയ ഉണ്ട്. ലോകരാഷ്ട്രത്തിൽ എവിടെയോ ഒരു കോണിൽ കിടപ്പുണ്ട്. മഹത്വമെല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ ശക്തികൾ നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് ശക്തമായി നിലകൊന്ന രാഷ്ട്രം ഒന്നുമില്ലാതായി മാറി. ഇവയൊന്നും ഇനി ഭൂമിയിലെ എല്ലാ ജനങ്ങൾക്കും അഭയസ്ഥാനമായിരിക്കത്തില്ല എന്ന് ആ 12-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12-ന്റെ അവസാന ഭാഗം, ഭൂമിയിലെ സകല ജാതികളും അതിന്റെ തണൽ വിട്ടിറങ്ങി അതിനെ ഉപേക്ഷിച്ചു പോയി. അസീറിയയുടെ ചിറകിന്റെ കീഴിൽ, അസീറിയയുടെ തണലിൻ കീഴിൽ കഴിഞ്ഞിരുന്ന സകലരും ആ തണൽ വിട്ടുപോയി. ഇനിയും അവരെ കൊണ്ട് ഞങ്ങൾക്ക് അഭയം തരുവാൻ കഴിയത്തില്ല, ഞങ്ങൾക്ക് ഒരു വിടുതൽ തരുവാൻ, സംരക്ഷണം തരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് സകല ജാതികളും ആ രാഷ്ട്രത്തെ വിട്ടുപോകുന്നു. ആ രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കുന്ന സഖ്യ രാജ്യങ്ങളുണ്ട്. അവരുടെ സുരക്ഷിതത്വത്തിലും അവരുടെ ശക്തിയിലും ആശ്രയിച്ചു കഴിയുന്ന കൊച്ചു കൊച്ചു രാജ്യങ്ങൾ. അവിടെ വായിക്കുന്നു, ജാതികൾ അത് വിട്ടിട്ട് പോകുന്നു എന്ന് അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിന് തണൽ വിട്ടിറങ്ങി അതിനെ ഉപേക്ഷിച്ചു പോയി. ഇന്ന് അസീറിയയുടെ കീഴിൽ ഒരു രാഷ്ട്രവും ശരണം പ്രാപിക്കാറില്ല. ഈജിപ്തിന്റെ കീഴിൽ ഒരു രാഷ്ട്രവും ശരണം പ്രാപിക്കാറില്ല.
നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ശക്തമായി വാണ്ടിരുന്ന അസീറിയയും ഈജിപ്തും ദൈവിക ന്യായവിധി വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട, ആരും അഭയസ്ഥാനമായി കാണാത്ത നിലയിലേക്ക് ദൈവം ആ രാഷ്ട്രത്തെ മാറ്റി എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിനിയും അതിന് 13ഉം 14 വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. 13ഉം 14 വീണ് കിടക്കുന്ന അതിന്റെ തടിമേൽ ആകാശത്തിലെ പറവയൊക്കെയും പാർക്കും. അതിന്റെ കൊമ്പുകളുടെ ഇടയിലേക്ക് കാട്ടുമൃഗങ്ങളൊക്കെയും വരും. വെള്ളത്തിനരികെയുള്ള സകല വൃക്ഷങ്ങളും ഉയരം ഹേതുവായി ഗർവിക്കുകയോ തുഞ്ചം മേഘങ്ങളോളം നീട്ടുകയോ വെള്ളം കുടിക്കുന്നവരായ അവരുടെ സകല ബലശാലികളും തങ്ങളുടെ ഉയർച്ചയിങ്കൽ നിഗളിച്ചു നിൽക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ അവരൊക്കെയും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ ഭൂമിയുടെ അധോഭാഗത്ത് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ 13ഉം 14 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണുപോയ മരത്തിന് അഥവാ വൃക്ഷത്തിന് സമാനതകളില്ലാത്ത പ്രതാപത്തിന്റെ നാശത്തെക്കുറിച്ചാണ് ഈ 13ഉം 14 വാക്യങ്ങളിൽ പറയുന്നത്. അത് 13ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്ന: ആകാശത്തിലെ പക്ഷികൾ വീണ് കിടക്കുന്ന തടിമേൽ പാർക്കും. ഒരു കാലത്ത് അതിന്റെ ശാഖകളിൽ കൂടുവെച്ചെന്നെ തണലും കീഴിൽ കഴിഞ്ഞിരുന്ന പറവകൾ ആ മരം വെട്ടിയിട്ടപ്പോൾ ഇപ്പോൾ തടിയിൽ വന്ന് ഇരിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് ആ തണലിൽ വന്ന് കഴിയുന്ന പറവകൾ പഴയ ഓർമ്മയിൽ അവർ തടിമേൽ വന്നിരിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, വീണുപോയ അസീറിയ അതിൻ്റെ മഹത്വകാലം, അതിൻ്റെ മഹത്വകരമായ ഭൂതകാലത്തെ, അതിൻ്റെ നാശത്തിന് സമയം ഇപ്പോഴും ശ്രദ്ധിക്കപ്പെടുകയാണ്. ഒരു കാലത്ത് മഹത്വകരമായി വിളങ്ങിയിരുന്ന അസീറിയ നശിച്ചപ്പോഴും അത് അതപ്പതിച്ചിട്ടും ഇന്നും ചില സമയങ്ങളിൽ ചിലർ അതിൻ്റെ അഭിമാനം ഇങ്ങനെ ഉയർത്തി കാണിക്കാറുണ്ട്. പണ്ട് ഞങ്ങളുടെ രാഷ്ട്രം ഇങ്ങനെയായിരുന്നു എന്ന് ഉയർത്തി കാണിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ചില കുടുംബങ്ങൾ എപ്പോഴും അവിടെ കുടുംബശ്രേഷ്ഠതകൾ പറയാറുണ്ട്. അങ്ങനെയുള്ളതായ തറവാടുകൾ പലതും നാശിച്ചു പോയിട്ടും അവർ ചില ജീവിച്ചിരിക്കുമ്പോൾ ആ പഴയ തറവാടിന്റെ മഹിമകൾ പറയാറുണ്ട്. അവിടെ പഴയ പിതാക്കന്മാരുടെ കഥകൾ പറയാറുണ്ട്. എന്നതുപോലെ അസീറിയെ വെട്ടിയിട്ടിട്ടും ഇന്നും പഴയ ഓർമ്മകൾ, പ്രതാപത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ആ ഭാഗത്തെ പറഞ്ഞിരിക്കുന്നത്. 14ാമത്തെ വാക്യത്തിൽ വെള്ളത്തിനരികിലുള്ള ഒരു വൃക്ഷം ഒരിക്കലും തങ്ങളെ തന്നെ ഉയർത്തി കാട്ടാതിരിപ്പാൻ, അവിടെ വായിക്കുന്നത് വെള്ളത്തിനരികിലുള്ള സകല വൃക്ഷങ്ങളും ഉയരം ഹേതുവായി ഗർവിക്കുകയോ തുഞ്ചം മേഘങ്ങളും നീട്ടുകയോ വെള്ളം കുടിക്കുന്നവരായ അവരുടെ സകല ബലശാലികളും തങ്ങളുടെ ഉയർച്ചയിൽ നിഗളിച്ചു നിൽക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ. നോക്കണം, ഈ ഭാഗത്തെല്ലാം എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്: നിഗളിക്കുക, ഗർവിക്കുക, അഭിമാനം കൊള്ളുക എന്ന് പറയുന്ന പദപ്രയോഗങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഭാഷാ പ്രയോഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അസീറിയമായിട്ടുള്ള ദൈവിക ഇടപെടലുകൾ ലോകത്തിലെ എല്ലാ ജാതികൾക്കും ഒരു പാഠമായിട്ടാണ് ദൈവം വെച്ചിരിക്കുന്നത്. ആ നിലയിൽ ദൈവം അതിനെ ഉപയോഗിക്കുന്നു. കാരണം അവരുടെ ഗർവം, അവരുടെ അഹങ്കാര നിമിത്തം ദൈവം അതിനെ വെട്ടി താഴെയിടുന്നു. അതിന്റെ പ്രതാപങ്ങളെല്ലാം തകർന്നുപോയി. ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണിത്. നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്നത്
ദൃഷ്ടാന്തത്തിലൂടെ ദൈവം കാണിക്കുകയാണ്. അവർ അത് ശ്രദ്ധിച്ചാൽ ഒരു വലിയ ശക്തിയും അഭിമാനവും അഹങ്കാരമായി തീർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവർ കാണുമെന്ന് ഈ ദൃഷ്ടാന്തത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ ദൃഷ്ടാന്തത്തിലൂടെ ഈജിപ്തിനെ പഠിപ്പിക്കുകയാണ്. അഹങ്കാരവും അഭിമാനവും നിമിത്തം അവർ തകർന്നു പോയതുപോലെ നീയും തകർന്നു പോകും എന്ന് ദൃഷ്ടാന്തത്തിലൂടെ നമ്മെ കാണിക്കുകയാണ്. ഇതൊരു ദൃഷ്ടാന്തമായി പറയുകയാണ്. മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി ദൃഷ്ടാന്തമായി പറയുന്ന പദപ്രയോഗമാണ്. നമ്മുടെ പുതിയ നിയമത്തിലൊരു വാക്യമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 10-5 വാക്യം വായിച്ചേ. 1 Corinthians chapter 10 verse 5. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ചും എങ്ങനെ ഈ ഭൂമിയിൽ നാം ആയിരിക്കണമെന്നും പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ എടുത്ത് പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ട് അതിലൂടെ ദൃഷ്ടാന്തമായി നമ്മെ പഠിപ്പിക്കുന്നൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. പുതിയ വിശ്വാസികൾ ഈ ദൃഷ്ടാന്തത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കണമെന്ന് എടുത്തു പറയുന്നു. പുതിയ നിയമത്തിലെ പല ഭാഗങ്ങളും ദൃഷ്ടാന്തങ്ങളായി നാം എടുത്തു കാണും. എന്തിനെ? അവിടെ വായിക്കും, നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിനെ. അവിടെ വായിക്കുന്നു, അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, ഒരേ ആഹാരം കഴിച്ചു, അവരെല്ലാവരും വെള്ളത്തിലൂടെ യാത്ര ചെയ്ത് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇതെല്ലാം അവർ ചെയ്തു. എല്ലാവരും ഒരുപോലെ ചെയ്തത്, ഒരുപോലെ ചെങ്കടൽ കടന്നു, ഒരുപോലെ ആത്മീയ ആഹാരം കഴിച്ചു, ഒരുപോലെ ആത്മീയ പാനീയം കുടിച്ചു, എല്ലാവരും മന്ന ഭക്ഷിച്ചു, എല്ലാവരും കാടപ്പക്ഷിയെ ഭക്ഷിച്ചു, എല്ലാവരും ചെങ്കടൽ കടന്നു. പക്ഷെ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. പ്രസാദിക്കാത്തതിന് കാരണം അവർ ദുർമോഹികളായതുകൊണ്ട് അവരിൽ ദൈവം പ്രസാദിച്ചിട്ടില്ല. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഇത് എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അസീറിയക്കാരുടെ ഈ ചരിത്രത്തിലൂടെ നമ്മെ വിളിച്ചറിയിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മളെ ഹൃദയം നിഗളിക്കുവാൻ പാടില്ല, നമ്മൾ ഗർവിക്കുവാൻ പാടില്ല, അതിൽ അഭിമാനം കൊള്ളേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി നന്ദിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ മാത്രമേ നമുക്ക് ബാധ്യസ്ഥതയുള്ളൂ. ഈ ലോകത്ത് നമ്മളെല്ലാം കാവൽക്കാരാക്കി ദൈവം നമ്മൾ വെച്ചിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ട്, ചില സ്ഥാനങ്ങൾ നമുക്ക് തന്നിട്ട്, ചില കാര്യങ്ങൾ നമുക്ക് തന്നിട്ട്, ചില ഭൗതികമാകുന്ന കാര്യങ്ങൾ തന്നിരിക്കുന്നു ചോദിച്ചാൽ നമ്മളെല്ലാം അതിൻ്റെ കാവൽക്കാരാക്കി ദൈവം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളാരും ഇവിടുന്ന് പോകുമ്പോൾ ഇന്ന് കെട്ടിപ്പടുത്ത് ഉയർത്തിയിരിക്കുന്നതും നമ്മൾ സമാഹരിച്ചു വെച്ചിരിക്കുന്നതും നമ്മൾ ആരെയും കാണിക്കാതെ കൊണ്ടുവച്ചിരിക്കുന്നതൊന്നും അതിലൊന്നുപോലും നമ്മൾ കൊണ്ടുപോകത്തില്ല. എത്ര ശ്രമിച്ചാലും കൊണ്ടുപോകുവാൻ സാധ്യതയുമില്ല, യാതൊരു സാധ്യതയുമില്ല അതൊന്ന് കൊണ്ടുപോകുവാൻ. അങ്ങനെ ഈ ലോകത്തിലെ സകലതും ദൈവം താൽക്കാലികമായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമുള്ള. അതുകൊണ്ട് നമ്മൾ അതിൽ പുകഴുവാനും അതിൽ നിഗളിക്കുവാനും അതിൽ അഹങ്കരിക്കുവാനും അതിൽ നമ്മുടെ ഹൃദയം ഗർവിക്കുവാനും പാടില്ല. നമ്മളാരും ദുർമോഹികളാകാതിരിക്കണം. ദൈവം തരുന്ന ദൈവത്തിന് ദാനമാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ ദൈവം കൃപ നൽകേണ്ടതിനായി നാം പ്രാർത്ഥിക്കുകയും താഴ്മയുള്ളവരായി ജീവിക്കുകയും ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ഈ ദൃഷ്ടാന്തത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കിനി അതിൻ്റെ 15ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 15 ഇതിന്റെ ബാക്കി ഭാഗം കൊടുത്ത് പറഞ്ഞോട്ട് ആ വായിച്ച 14ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചു. Verse 14. ഒഴികെയുള്ള സകല വൃക്ഷങ്ങളും
ഉയരം ഹേതുവായി ഗർവിക്കുകയോ തുഞ്ചം മേഘങ്ങളോളം നീട്ടുകയോ വെള്ളം കുടിക്കുന്നവരായ അവരുടെ സകല ബലശാലികളും തങ്ങളുടെ ഉയർച്ചയിങ്കൽ നിഗളിച്ചു നിൽക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ അവരൊക്കെയും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ ഭൂമിയുടെ അധോ ഭാഗത്ത് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരെല്ലാവരും മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ ഭൂമിയുടെ അധോ ഭാഗം എന്നൊക്കെ പറയുന്നത്, അത് നമ്മൾ എടുക്കാൻ പോയാൽ ഇപ്പോഴും തീരത്തില്ല. അത് മരിച്ചവരുടെ വാസസ്ഥലത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെയാണ്. അത് വളരെ വിശാലമാകുന്നൊരു സബ്ജക്റ്റ് ആക്കിയാൽ ഞാൻ ആ ഭാഗത്തേക്ക് തൊടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇത് മാത്രം ആ ഭാഗം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മരണത്തിനേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരെടുത്തു പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്. അവരൊക്കെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ ഭൂമിയുടെ അധോ ഭാഗത്ത് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരെല്ലാം? ഈ മഹത്തുക്കളും ഈ രാജാക്കന്മാരും ഈ പ്രതാപശാലികളും ഈ ബലശാലികളും ഈ സാമ്രാജ്യ ശക്തികളും ഇതെല്ലാം സാധാരണ മനുഷ്യനെ പോലെ മരണത്തിനേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഏതു വലിയ ശക്തിയും ഏതു വലിയ സാമ്രാജ്യ ശക്തിയും മരണത്തിന്റെ അധികാരത്തിന് കീഴിലാണെന്നും അവർ ഓരോരുത്തരും വെറും മർത്യരാണെന്നും ഈ ഭാഗത്തോടും പഠിപ്പിക്കുകയാണ്. എല്ലാ സൃഷ്ടികളും ദൈവമുമ്പാകെ മനുഷ്യപുത്രന്മാരെ പോലെയാണ്. അതിനകത്ത് രാജാവെന്നോ പ്രഭുവെന്നോ സാമ്രാജ്യ സ്ഥാപകനെന്നോ ഒന്നും യാതൊരു വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ ഈ മരണത്തിന് കീഴിൽ അകപ്പെട്ടവരാണ്. മരണത്തിന് കീഴിലുള്ളവരാണ്. അവർ ഓരോരുത്തരും മർത്യരാണ്. എല്ലാ സൃഷ്ടികളും ദൈവത്തിന് മുമ്പാകെ ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കാൻ നിൽക്കേണ്ടവരാണ്. എല്ലാ മനുഷ്യരും ന്യായവിധിയുടെ മുൻപിൽ കണക്ക് തീർപ്പിനായി നിൽക്കേണ്ടവരാണ്. എല്ലാ മനുഷ്യരും മരണത്തിനായി ഏൽപ്പിക്കപ്പെട്ടവരാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. മരണത്തെ പിടിച്ചു വെക്കുവാനോ മരണത്തെ അകറ്റി നിർത്തുവാനോ മരണത്തിൽ രക്ഷപ്പെടുവാനോ ലോകത്തിൽ ഒരു സാമ്രാജ്യ ശക്തികൾക്കും കഴിയത്തില്ല. ലോകത്തിലെ കിരീടവിറപ്പിക്കുന്ന ഹിറ്റ്ലറും മുൻകാലം ഉണ്ടായിരുന്ന സാമ്രാജ്യ ശക്തികളാകുന്ന ബാബിലോണും ഈജിപ്തും ഗ്രീക്കും റോമൻ സാമ്രാജ്യ ശക്തികളും അസീറിയയും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഓരോരോ കാലഘട്ടങ്ങളിലും മരണത്തിനായി ഏൽപ്പിക്കപ്പെട്ടു. ഈജിപ്തിലെ മമ്മീസിൽ പോലും ജീവനോടിരിക്കുന്നവരാരുമില്ല. എല്ലാവരും മരിച്ചു, അടക്കപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നൊരു വാക്യമുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേക പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. മരണത്തിൽ ഒരിക്കൽ മരിക്കുക ഒരു യാഥാർത്ഥ്യമാണത്. അതെല്ലാം ആർക്ക് തെറ്റിയൊഴിയാൻ കഴിയത്തില്ല. അത് ദൈവം വഹിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചവരെല്ലാം ഒരു ദിവസം മരിക്കണം. ഈ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വെള്ളം കുടിക്കുന്നതെല്ലാം എന്ന് എടുത്തു പറയുന്നു. വെള്ളം കുടിക്കുന്നവരായ എന്ന് പറഞ്ഞാൽ അവരെ സമ്പത്തും സമൃദ്ധിയും ഒഴുകുന്ന ശക്തന്മാരായ രാജകുമാരന്മാർ എന്നാണ് അർത്ഥമാക്കുന്നത്. നദിയിലെ വെള്ളം കുടിച്ച് ശക്തരായവർ എന്ന് പറഞ്ഞാൽ
സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഒഴുകുന്ന ശക്തന്മാരായ രാജകുമാരന്മാർ എന്നാണ് അർത്ഥമാക്കുന്നത്. ഈജിപ്തുകാർ നൈൽ നദിയിലെ വെള്ളത്തോടെ അവരെല്ലായ്പ്പോഴും കടപ്പെട്ടിരിക്കുന്നു. അസീറിയയുടെ ചരിത്രത്തിലൂടെ ഭൂമിയെ ഒരു ജാതിയെ പഠിപ്പിക്കേണ്ട ഒരു പാഠമാക്കി തീർത്തിരിക്കുന്നു, ഒരു ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു. എല്ലാവരും മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ 8-9 വാക്യം ഒന്ന് വായിച്ചേ, ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, ദൈവത്തിൽ തോട്ടമാകെ ദേവദാരുകൾക്ക് അതിനെ മറപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ ലാസ്റ്റിൽ പറഞ്ഞ ദൈവത്തിൽ തോട്ടമാകുന്ന ഒരു വൃക്ഷവും ഭംഗിയിൽ അതിനോട് സമമായിരുന്നില്ല. 9-ാം വാക്യത്തിൽ പറയുമ്പോൾ ദൈവത്തെ തോട്ടമാകുന്ന ഏതെല്ലാം സകല വൃക്ഷങ്ങളും അതിനോട് അസൂയപ്പെട്ടു എന്നിങ്ങനെ എടുത്ത ഭാഗങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏതൻ തോട്ടത്തിലെ വൃക്ഷം മുതൽ ഷിയോൾ വരെ അഥവാ പാതാളം വരെ ആ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്ന് ഈ ഭാഗത്ത് വ്യക്തമായി പറയുന്നു. ഏതൻ തോട്ടം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്, ഉണ്ടാക്കപ്പെട്ടതാണ്, സൃഷ്ടിക്കപ്പെട്ടതാണ് ഏതൻ തോട്ടം, മഹത്വമേറിയ തോട്ടം. ആ തോട്ടത്തിന് വരെ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നെങ്കിൽ, അത് ഷിയോളിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ ലോകത്തെ സകല ജനവും ഒരു ദിവസം മരണത്തിലേക്ക് കടന്നു പോകണം എന്ന് വളരെ വ്യക്തമായി നമ്മെ ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും മരണത്തിനായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഏതെല്ലാം രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഇനിയും ഞാൻ ദൈവമാണെന്ന് സ്വയമായി അവരോധിക്കപ്പെട്ടാലും, ഞാൻ പ്രഭുവാണ്, എല്ലാവരുടെ മേലും വാഴുന്നവനാണ് സ്വയമായി പ്രഖ്യാപിച്ചാലും ശരി, നീയും ഒരു ദിവസം മരണത്തിൽ ഏൽപ്പിക്കപ്പെടേണ്ടി വരും. നിന്നെയും ഒരു ദിവസം മരണം പിടികൂടും എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ദൈവം ആ സ്വഭാവത്താൽ ആൾ ദൈവങ്ങളായി ഒരുപാട് ആളുകൾ ജന്മമെടുത്തിട്ടുണ്ട്. എന്നാൽ അവരും പല പല കാലങ്ങളായി മരിച്ചു, അവരും മരിക്കും. മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച സകല ജനങ്ങളും മരിക്കും. അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയായി, ഓർഡറായി വെച്ചിരിക്കുന്ന കാര്യമാണ്. മനുഷ്യരായി ജനിച്ചവരെല്ലാം ഒരിക്കൽ മരിക്കണം എന്നൊരു യാഥാർത്ഥ്യം. അതാണ് ഇവിടെ എടുത്തു പറയുന്നു. ഭൂമിയുടെ അധോഭാഗത്ത് മരണത്തിന് ഏൽപ്പിക്കപ്പെടും. ഏതൻ തോട്ടമായാലും കൊള്ളാം, സകലതും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു പറഞ്ഞാൽ ദൃഷ്ടാന്തമായി അവിടെ പറയുന്നത് ഉന്നതമാകുന്ന ഉന്നത പ്രഭുക്കന്മാരായാലും കൊള്ളാം, ഉന്നത ശ്രേഷ്ഠന്മാരായിരുന്നാലും കൊള്ളാം, ഉന്നതമാകുന്ന സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥരായിരുന്നാലും കൊള്ളാം, ഏതെല്ലാം നിലകളിൽ ലോകത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരായിരുന്നാലും കൊള്ളാം, അവരെല്ലാവരും മരണത്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ഒരിക്കൽ മരിക്കണമെന്ന് വളരെ വ്യക്തമായി ആ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കിനി അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. വേഴ്സ് 50. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാൻ ഒരു വിലാപം കഴിപ്പിച്ചു. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടി നിൽപ്പാൻ തക്കവണ്ണം അതിന്റെ നദികളെ തടുത്തു. അത് നിമിത്തം ഞാൻ ലബാനോനെ കറുപ്പുടിപ്പിച്ചു. കാട്ടിലെ സകല വൃക്ഷങ്ങളും അത് നിമിത്തം ക്ഷീണിച്ചു പോയി. ഇവിടെ ദൈവം അവരുടെ വളർച്ചയുടെ സോഴ്സിനെ തടയുകയാണ്. അവർ സമ്പത്തിന്റെ വളർച്ച, അവരുടേതായിരിക്കുന്ന പ്രതാപത്തിന്റെ വളർച്ച, അവരുടേതായിരിക്കുന്ന മഹത്വത്തിന്റെ ഉയർച്ച, ഇതിന്റെ എല്ലാം സ്രോതസ്സിനെ, അതിന്റെ സോഴ്സിനെ ദൈവം തടയുന്നതായിട്ടാണ്, അതിന്മേൽ ദൈവിക ന്യായവിധി വരുന്നതായിട്ട് കാണിക്കുന്നത്. അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാനൊരു വിലാപഗാനം കഴിച്ചു. ദൈവം അസീറിയയുടെ മേൽ ന്യായവിധി കൊണ്ടുവന്നപ്പോൾ മറ്റ് ജനങ്ങൾ, മറ്റ് ജാതികൾ, മറ്റ് രാജ്യങ്ങൾ അത് ശ്രദ്ധിക്കുകയും അത് ഓർത്ത് വിലപിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ ന്യായവിധിയുടെ ലക്ഷ്യം തങ്ങളുടെ മേലായിരിക്കുമെന്ന് അറിയാവുന്നവർ
അവർ അറിയാവുന്നതിനാൽ അവർ ദുഃഖിച്ചിരുന്നു, അവർ അതോർത്ത് ചിന്തിച്ചിരുന്നു. അവിടെ വായിക്കും, ഞാൻ അതിൻ്റെ നദികളെ തടുത്തു. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നത് 29-ാം അധ്യായത്തിലാണ് തോന്നുന്നു, ഹൊഫ്ര പറയുന്നുണ്ട്, ഞാൻ വെള്ളത്തിനകത്ത് കിടക്കുന്നു, നദിക്കുള്ള കിടക്കുന്നു, ഞാൻ ഇതിനെ ഉണ്ടാക്കിയത് എൻ്റേതാണെന്ന് പറഞ്ഞു. യഹോവേ ദൈവം പറയുന്നു, ഞാൻ അതിന്റെ നദിയെ തടുത്തു, വെള്ളം ഇല്ലാതാക്കും. വൃക്ഷത്തിന്റെ അടയാളം, അതിന്റെ വലിയ വലിപ്പം, ശക്തിയും കാരണം ആ വൃക്ഷത്തിലേക്ക് ഒഴുകപ്പെടുന്ന വിതരണമാണ്. എന്നാൽ ആ വളർത്തപ്പെട്ട വൃക്ഷത്തിന്റെ വളർച്ചയെ തടയുവാൻ ദൈവം ആ നദിയിലെ വെള്ളത്തെ തടഞ്ഞു നിർത്തി. എന്ന് പറഞ്ഞാൽ അസീറിയയുടെ വളർച്ചയെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരുന്ന, അതിനെ വളർത്തിക്കൊണ്ട സ്രോതസ്സിനെ ദൈവം അടച്ചു. ഈജിപ്തിന്റെ വളർച്ചയ്ക്ക് സ്രോതായിരുന്ന സ്രോതസ്സിനെ ദൈവം തടഞ്ഞു നിർത്തി, ജലവിതരണം നിർത്തി എന്നാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈജിപ്തുമായി പരാമർശിക്കുമ്പോൾ നൈൽ നദിയോട് ചേർന്ന് നിർമ്മിച്ച കനാലുകളും ഉപനദികളും ജലപാതകളെക്കുറിച്ചും യഹോവ തടഞ്ഞു. അത് ഒരിടത്തേക്ക് ഒഴുകിപ്പോകാത്ത നിലയിൽ ദൈവം തടഞ്ഞു. നൈൽ നദിയിൽ വെള്ളമുണ്ടെങ്കിലേ കനാലുകളിൽ വെള്ളം കാണത്തുള്ളൂ. കനാലിൽ വെള്ളമുണ്ടെങ്കിൽ മാത്രമേ കൃഷിക്കാർക്ക് നന്നായി കൃഷി ചെയ്യുവാനും സമൃദ്ധിയിലെ നിലയുള്ളതായ ഒരു കാർഷിക നിലയിലേക്ക് നടത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവം നദിയെ അടച്ചു കഴിയുമ്പോൾ അവിടുന്ന് ഒഴുകുന്ന സകല വെള്ളവും നിന്നുപോയി. തന്നിമിത്തം ആ കർഷകർക്ക് വേണ്ടവത്ത് കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു ഡ്രോട്ടിന്റെ, ഒരു വരൾച്ചയുടെ അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നൈലിലെ വെള്ളം കുറവായിരുന്നതിനാൽ സാധാരണ പോലെ ജലനിരപ്പ് ഉയരുകയോ വെള്ളപ്പൊക്കം ഉണ്ടാതിരിക്കുകയും ചെയ്തപ്പോൾ ഈ കനാലുകൾ വെള്ളമില്ലാതെ തടയപ്പെട്ടു. വലിയ ജലം തടഞ്ഞു നിർത്തി. ഈജിപ്തിലെ കാർഷിക മേഖലയെ വളരെയധികം ബാധിച്ചു. ഇത് ഈജിപ്തിന് മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രകടനമായിരുന്നു ഇത് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഈജിപ്തിലുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവം അവർ സ്രോതസ്സിനെ അടയ്ക്കുന്നു. ദൈവം അതിലൂടെ അടയ്ക്കുന്നതുകൊണ്ട് അവർ കാർഷിക മേഖലയെ തടയുന്നു. ആ കാർഷിക മേഖല തടയുന്നത് കൊണ്ട് അവർ വരുമാനം നിൽക്കുന്നു. അവരൊരു വരളുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടും. യെശയ്യാ പ്രവചനം 19-ാം അധ്യായത്തിന്റെ 5-6 വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 19-ാം അധ്യായത്തിന്റെ 5-6 വാക്യം. സമുദ്രത്തിൽ വെള്ളമില്ലാതെയാകും, നദി വറ്റി ഉണങ്ങിപ്പോകും, നദികൾക്ക് നാറ്റം പിടിക്കും, മിസ്രൈമിലെ തോടുകൾ വറ്റി ഉണങ്ങും. 6-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. അവിടെ വായിക്കുന്നത് നദി വറ്റി ഉണങ്ങിപ്പോകും, നദികൾക്ക് നാറ്റം പിടിക്കും, മിസ്രൈമിലെ തോടുകൾ വറ്റി ഉണങ്ങും, ഞാങ്ങണയും വേഴും വാടിപ്പോകും, നദിക്കരയൊക്കെയും നദീതീരത്തുമുള്ള പുൽപ്പുറവും നദീതീരത്തെ വിതച്ചതൊക്കെയും ഉണങ്ങി പറന്ന് ഇല്ലാതെ പോകും. അവിടുത്തെ സകല നദിയിൽ നിന്നും ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്ന സകലരുടെയും വഴികളെ അടയ്ക്കും എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഇത് ഈജിപ്തിന് മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി. അവരുടെ സ്രോതസ്സിന്റെ ദൈവം അടയ്ക്കുന്നു. നമുക്കറിയാം, സാധാരണ രാജ്യങ്ങൾ മറ്റു രാജ്യത്ത് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ആ രാജ്യം ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ഏതുപോലെ ദൈവം ആദ്യം അവർ സമ്പത്തിന്റെ സ്രോതസ്സിനെ ദൈവം അടയ്ക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാത്രി നമ്മൾ കേട്ട ഒന്ന്, നാം നെഗളിക്കുവാൻ പാടില്ല, ഗർവിക്കുവാൻ പാടില്ല. നാം ദൈവത്തിൽ താഴ്മയുള്ളവരായി നാം ജീവിക്കണം. 2,
ദൈവം കാണിക്കുന്നത് ഓരോന്ന് ഈ ലോകത്ത് സംഭവിക്കുന്ന പലതും നമുക്ക് ജീവിതത്തിൽ പഠിക്കുവാൻ വേണ്ടി ദൃഷ്ടാന്തമായി ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. ദൈവം ഇതിൽ പലതും പറയുന്ന ദൃഷ്ടാന്തമായി സംഭവിച്ചത് നാം ഓർത്ത് ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ, അതുപ്രകാരം ജീവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അടുത്തത്, എത്ര വലിയ സാമ്രാജ്യ ശക്തിയായാലും ദൈവം അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയാണല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല. ദൈവം ആ ജനത്തിൻ്റെ, ഈ ഈജിപ്തിൻ്റെ, അസീറിയയുടെ ആ സ്രോതസ്സിനെ അടച്ച് ഒരു ന്യായവിധിയിലേക്ക് നയിക്കുന്നതായി നമ്മൾ കാണുകയുണ്ടായി. ഞാൻ ഇവിടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആകെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദിയുള്ളവരായി, താഴ്മയുള്ളവരായി, ഓരോ ദൃഷ്ടാന്തങ്ങളുടെയും നാം പഠിക്കേണ്ട ഭാഗങ്ങൾ പഠിച്ച് നമ്മെ തന്നെ ക്രമപ്പെടുത്തി, നമ്മെ തന്നെ രൂപപ്പെടുത്തി ദൈവത്തെ പ്രയോജനം ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.